മുകേഷ് കേസിലെ ജാമ്യത്തിൻ്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. 1,00,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലാണ് സ്റ്റേഷൻ ജാമ്യം നൽകിയത് എന്ന വിവരങ്ങൾ വരുന്നു. മുകേഷിൻ്റെ കേസിൽ അതിൽ മുൻകൂർ ജാമ്യം 2 കേസിൽ മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നു. കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം കൂടി വരുന്നത് ഈ മുകേഷിൻ്റെ അറസ്റ്റിനെ പറ്റിയുള്ള ചോദ്യത്തിന് സിനിമയെ പറ്റിയുള്ള ചോദ്യങ്ങൾ വേണ്ട എന്നുള്ളതാണ്. സിനിമാ നടൻ കൂടിയ ഗണേഷ് കുമാർ പറയുന്നത് സിനിമാ മന്ത്രി ഞാനല്ല എന്നതാണ്. സിനിമയെ പറ്റിയുള്ള ചോദ്യം വേണ്ട എന്ന് പറയാനുള്ള ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം. നടൻ സിദ്ദീഖിന് എന്തായാലും ഇന്ന് രാവിലെ ഉണ്ടായ കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും. ഒരുപക്ഷേ മറ്റു ചില കേസുകൾ മുകേഷിൻ്റെ ഒക്കെ കേസുകളുടെ പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിയേക്കും എന്നൊരു സൂചന ആത്മവിശ്വാസം സിദ്ദീഖിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഇന്നലെ വരെ പടമുകളിലെ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല, ജാമ്യം കിട്ടിയില്ല. യുവനടിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ നടൻ സിദ്ദീഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതിയാണ് തള്ളിയത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടൻ ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് നടിയുടെ പരാതി. അവർ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ടായിരുന്നു ആ പരാതിക്കാർ. അതിനുശേഷമാണ് അവർ പരാതിയിലേക്കൊക്കെ പോകുന്നതും പരാതി കൊടുക്കുന്നതും ഇതായിപ്പോൾ പരാതി അറസ്റ്റ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ നടി ഉന്നയിച്ചത്, തന്നെ അപമാനിക്കുക എന്നതാണ് ലക്ഷ്യം എന്നതാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദീഖ് ഹർജിയിൽ പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ പരാതിക്കാരുടെ മൊഴി അവിശ്വസിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി അതിജീവിത പരാതി നൽകാൻ വൈകുന്നത് ആ പരാതിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ഏറ്റവും നിർണായകമായി ഈ കേസുകളിലൊക്കെ ഒരുപക്ഷെ തുടർ ദിവസങ്ങളിൽ ബാധകമായേക്കാവുന്ന ഏറ്റവും നിർണായകമായ ഒരു സുപ്രധാന ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതി ഈ കേസിൽ നടത്തുന്നുണ്ട്. ഈ നടനെതിരെ സിദ്ദീഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകൾ സാക്ഷിമൊഴികളൊക്കെ കിട്ടിയെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന പരാതിക്കാരുടെ മൊഴി ശരിവെക്കുന്നതാണ് തെളിവുകൾ എന്ന അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ആ ദിവസം മുകേഷ് മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഹൈക്കോടതി ഇത് പരിഗണിക്കുമ്പോൾ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് എന്തായാലും കോടതി കടന്നിട്ടില്ല. ഈ ബലാത്സംഗ പരാതിയാകുമ്പോൾ ഇരയുടെ മൊഴിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിപ്പോൾ നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ പെരുമ്പാവൂർ MLA കേസിലാണെങ്കിൽ കൂടിയും മറ്റൊരു വിജയ് ബാബുവിൻ്റെ കേസിലൊക്കെ ജാമ്യം എന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും പൊതുവെ ഇത്തരം കേസുകളിൽ ഇരയുടെ പരാതിക്കാരുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ മൊഴി അവിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് പറഞ്ഞത്. ഇനിയിപ്പോൾ സിദ്ദീഖ് എവിടെ എന്നുള്ളതാണ് ചോദ്യം. സിദ്ദീഖ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് വരുമ്പോഴേക്കും സിദ്ദീഖിൻ്റെ ഫോൺ ഓഫായി. അദ്ദേഹം പടമുകളിലെ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പടമുകളിലെ വീട്ടിലില്ല. സിദ്ദീഖിൻ്റെ വീടുകൾ കേന്ദ്രീകരിച്ചൊരു പരിശോധന പോലീസ് സംഘം നടത്തി. പക്ഷേ അവിടെയൊന്നും സിദ്ദീഖ് ഇല്ലായിരുന്നു. അതിനുശേഷം ഹോട്ടലിൽ ഏതൊരു ഹോട്ടലിലുണ്ട് സിദ്ദീഖ് എന്ന സൂചനയുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ ഹോട്ടലിലേക്ക് അന്വേഷണ സംഘം പോയിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഏത് ഹോട്ടലാണ് എന്ന സൂചന ഉണ്ടെങ്കിൽ കൂടി നമുക്ക് പറയാൻ കഴിയാത്തതിൻ്റെ കാര്യം ഏതെങ്കിലും തരത്തിൽ അത് പോലീസിൻ്റെ പരിശോധന ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ആ ഹോട്ടലിൻ്റെ പേര് പറയാത്തത്. എന്തായാലും ഹോട്ടലിലുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം കരുതുന്നു. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്വേഷണ സംഘം. അതിൻ്റെ അപ്ഡേറ്റ് ഇനിയാണ് വരേണ്ടത്. ജയസൂര്യക്കെതിരായ കേസിൽ ഇരയുടെ രഹസ്യമൊഴിയെടുക്കൽ പൂർത്തിയായി എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നു. കോലഞ്ചേരി കോടതിയിലാണ് ആ മൊഴി രേഖപ്പെടുത്തിയത്. വിജയകുമാർ ചേർന്നു. വിജയകുമാർ, ഇത് അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കി എന്നത് ഇന്നത്തെ ഈ നടപടിക്രമങ്ങളുടെ ഒരു പ്രതീതി കൊണ്ട് തോന്നുന്നതല്ലേ? യഥാർത്ഥത്തിൽ ഇത് കുറേ നാളായി നടക്കുന്ന ഒരു വ്യവഹാരങ്ങൾ എല്ലാം കൂടി വരുമ്പോൾ ഈ ദിവസം എല്ലാം കൂടി സംഭവിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവുന്നതല്ലേ വിജയകുമാർ? ഈ മുകേഷിൻ്റെയും ജയസൂര്യയുടെയും കാര്യത്തിൽ സംഭവിച്ചത് നേരത്തെ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചതാണ്. ഈ മുകേഷിൻ്റെ കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ നോട്ടീസ് നൽകി ഈ മുകേഷിനെ വിളിച്ചു വരുത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും അതിനുശേഷം അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയുമാണ് ഉണ്ടായത്. ഈ ജയസൂര്യക്കെതിരായ പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റിൻ്റെ സമയം കൂടി വാങ്ങിയ ശേഷം പോലീസ് തീരുമാനിക്കുകയും അതനുസരിച്ച് നോട്ടീസ് നൽകി പരാതിക്കാരിയെ വിളിച്ചു വരുത്തി ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഹൈക്കോടതി സിദ്ദീഖിൻ്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയാൻ തീരുമാനിച്ച നേരത്തെ തന്നെ ഇന്നലെ ലിസ്റ്റ് ചെയ്ത ജഡ്ജ്മെൻറ്റിന് വേണ്ടി ലിസ്റ്റ് ചെയ്ത കേസിൽ ഉൾപ്പെട്ടു എന്നതാണ്. അപ്പോൾ എല്ലാം ഒരു ദിവസം സംഭവിച്ചു എന്നതാണ്. പക്ഷേ അക്കാര്യത്തിൽ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്. സിനിമാ മേഖലയിലെ ഈ ബലാത്സംഗ ലൈംഗിക പീഡന പരാതികളിൽ നടപടി ഉണ്ടാകുന്നു എന്ന തോന്നൽ ഒരു ദിവസം കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിദ്ദീഖിൻ്റെ കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിരാകരിക്കുകയും പ്രതി
എന്താണ് നിയമപരമായ നടപടിക്രമങ്ങൾക്ക് വിധേയമായി ഈ പറയുന്ന കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടയാളാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്തു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റു കേസുകളിലൊക്കെ ഇവർക്ക് നടപടിക്രമങ്ങളുടെ ഭാഗമായി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രതിക്ക് ജാമ്യം കിട്ടുന്നില്ല എന്ന് തന്നെയല്ല, നല്ല പരാമർശങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഇവിടെ ഈ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഈ കേസ് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഗൗരവമുള്ള ഒരു കേസാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് അനുകൂലമാകുന്ന നിയമപരമായ ഇടപെടൽ കോടതി ഉറപ്പാക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഏതാണ് സംഭവിച്ചിരിക്കുന്നത്? സിദ്ദിഖിൻ്റെ കാര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കാൻ നിയമപരമായി ഒരു പ്രതി എന്ന നിലയിൽ ഈ സിദ്ദിഖിന് കഴിയുമെങ്കിലും പക്ഷേ അവിടെ എത്തുമ്പോൾ അവിടെ പരിഗണനയ്ക്ക് മുൻപാകെ വരുന്ന രേഖകൾക്കൊപ്പം ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരാകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൂടി പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിയും. അത് പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട രേഖയായി കോടതിയുടെ മുൻപാകെ സുപ്രീം കോടതിയിലേക്കും എത്തുന്നു എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ ജാമ്യം നിരാകരിക്കുന്നു എന്ന് മാത്രമല്ല, നിയമപരമായി നിലനിൽക്കുന്ന ഒരു സ്ട്രോങ് കേസ് പ്രഥമ ദൃഷ്ട്യാ സിദ്ദിഖിനെതിരെ ഉണ്ട് എന്നുകൂടി കോടതി കണ്ടെത്തുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകേണ്ടതില്ലെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ അതിജീവിതം നൽകിയ മൊഴി കോടതി മുഖവിലേക്കെടുക്കുകയാണ്, സാഹചര്യ തെളിവുകൾ മുഖവിലേക്കെടുക്കുകയാണ്. ഇതിൽ പഴയ കേസാണ്, വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ സംഭവത്തിന് എന്ന പ്രതിഭാഗത്തിൻ്റെ വാദം അത് ഈ ഘട്ടത്തിൽ കണക്കിലെടുക്കേണ്ട ഒന്നല്ല, കാലം എന്നത് ഈ ഘട്ടത്തിൽ കണക്കിലെടുക്കേണ്ടത് ഒന്നല്ല എന്നുകൂടി കോടതി, സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി പറയുകയാണ്. അപ്പോൾ ഈ ഹർജി പരിഗണിച്ച ബെഞ്ചിന് ഇതൊരു നല്ല കേസാണ്, നിയമപരമായ നടപടിക്രമങ്ങളിലേക്കോ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം കൂടുതൽ അന്വേഷണം നടത്തേണ്ട കേസാണ് എന്നുകൂടി തോന്നുകയാണ്. അതുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് സുപ്രീം കോടതിയിലേക്ക് പോയാലും ഈ ജഡ്ജ്മെൻറ്റ്, ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് ഒരു രേഖയെ അവിടെ കിടക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടത്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തായിരിക്കും സുപ്രീം കോടതി തീരുമാനമെടുക്കുക. അതുവരെ അറസ്റ്റിനൊരു തടസ്സവുമില്ല. നിയമപരമായി ഇപ്പോൾ ഇന്ന് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ പിന്നീട് സുപ്രീം കോടതിയിൽ ആ കേസ് പ്രസക്തമല്ല. പിന്നീട് റെഗുലർ ബെയിൽ എന്ന നിലയിൽ ഹൈക്കോടതിയോ അതിന് താഴെയുള്ള മറ്റു ജുഡീഷ്യൽ സംവിധാനങ്ങളോ അത് പരിഗണിക്കുക, തീർപ്പാക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് അറസ്റ്റിലേക്ക് പോയാൽ പിന്നീട് സുപ്രീം കോടതിയിലേക്ക് ഈ റെഗുലർ ബെയിൽ നിരാകരിക്കുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും ഈ പ്രതിക്ക് പോകാൻ കഴിയുക എന്നതുകൂടിയുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നീങ്ങുമോ കാര്യങ്ങളെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ട്. ആ ഘട്ടത്തിൽ പ്രതി അറസ്റ്റിലായാൽ പിന്നീട് റെഗുലർ ബെയിലിലേക്ക് പോകേണ്ടി വരും. അത് എന്താണ്, അറസ്റ്റിൻ്റെ ആ ദിവസമൊന്നും കൊടുക്കണമെന്നില്ല. ചോദ്യം ചെയ്യലടക്കം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരും. അതിനുകൂടിയുള്ള ഒരു ഗ്രീൻ സിഗ്നലാണ് ഈ ഹൈക്കോടതിയുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെൻറ്റ് എന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്.